രണ്ട് ദിനവൃത്താന്തം 1-ാം അധ്യായം. ദാവീദിന്റെ മകനായ ശലോമോൻ തന്റെ രാജത്വത്തിൽ സ്ഥിരപ്പെട്ടു. അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരുന്ന് അവനെ അത്യന്തം മഹത്വപ്പെടുത്തി. ശലോമോൻ എല്ലാ ഇസ്രായേലിനോടും സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ന്യായാധിപന്മാരോടും എല്ലാ ഇസ്രായേലിന്റെ മൃദുഭവന തലവന്മാരായ സകല പ്രഭുക്കന്മാരോടും സംസാരിച്ചിട്ട് ശലോമോൻ സർവ്വസഭയുമായി ഗിബെയോനിലെ പൂജാഗിരിക്ക് പോയി. യഹോവയുടെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ചുണ്ടാക്കിയ ദൈവത്തിന്റെ സമാഗമന കൂടാരം അവിടെയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പെട്ടകം ദാവീദ് കിര്യത്ത് യെയാരീമിൽ നിന്ന് താൻ അതിനായി ഒരുക്കിയിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോന്നു. അവൻ അതിനായി യെരൂശലേമിൽ ഒരു കൂടാരം അടിച്ചിട്ടുണ്ടായിരുന്നു. ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേൽ ഉണ്ടാക്കിയ താമ്രയാഗപീഠവും അവിടെ യഹോവയുടെ തിരുനിവാസത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു. അവിടെ ശലോമോനും സഭയും അവനോട് പ്രാർത്ഥിച്ചു. ശലോമോൻ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലെ താമ്രയാഗ പീഠത്തിങ്കിലേക്ക് ചെന്ന് അതിന്മേൽ 1000 ഹോമയാഗം കഴിച്ചു. അന്നു രാത്രി ദൈവം ശലോമോന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ നിനക്ക് എന്തു തരണം, ചോദിച്ചൊള്ളുക എന്ന് അരുളി ചെയ്തു. ശലോമോൻ ദൈവത്തോട് പറഞ്ഞത്, എൻ്റെ അപ്പനായ ദാവീദിനോട് നീ മഹാദയ കാണിച്ച് അവനു പകരം എന്നെ രാജാവാക്കിയിരിക്കുന്നു. ആകയാൽ യഹോവയായ ദൈവമേ, എൻ്റെ അപ്പനായ ദാവീദിനോടുള്ള നിന്റെ വാഗ്ദാനം നിവൃത്തിയായി വരുമാറാകട്ടെ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായുള്ള ജനത്തിന് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നുവല്ലോ. ആകയാൽ ഈ ജനത്തിന് നായകനായി ഇരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരയണമേ. അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? അതിന് ദൈവം ശലോമോനോട്, ഇതു നിന്റെ താല്പര്യമായി ഇരിക്കയാലും ധനം, സമ്പത്ത്, മാനം, ശത്രുനിഗ്രഹം എന്നിവയോ ദീർഘായുസോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് ജ്ഞാനവും വിവേകവും ചോദിച്ചിരിക്കയാലും ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു. അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരുമെന്ന് അരുളി ചെയ്തു. പിന്നെ ശലോമോൻ ഗിബെയോനിലെ പൂജാഗിരിയിൽ നിന്ന് സമാഗമന കൂടാരത്തിന് മുമ്പിൽ നിന്ന് തന്നെ യെരൂശലേമിലേക്ക് വന്ന് ഇസ്രായേലിൽ വാണു. ശലോമോൻ രഥങ്ങളെയും കുതിരച്ചേവകരെയും ശേഖരിച്ചു. അവൻ 1400 രഥങ്ങളും 12000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. അവരെ അവൻ രഥനഗരങ്ങളിലും യെരൂശലേമിൽ രാജാവിൻ്റെ അടുക്കലും പാർപ്പിച്ചു. രാജാവ് യെരൂശലേമിൽ പൊന്നും വെള്ളിയും പെരുപ്പം കൊണ്ട് കല്ലുപോലെയും ദേവദാരു താഴ്വീതിയിലെ കാട്ടത്തിമരയും പോലെയും ആക്കി. ശലോമോന് കുതിരകളെ കൊണ്ടുവന്നത് മിസ്രൈമിൽ നിന്നായിരുന്നു. രാജാവിൻ്റെ കച്ചവടക്കാർ അവയെ കൂട്ടമായി വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും. അവർ മിസ്രൈമിൽ നിന്ന് രഥം ഒന്നിന് 600 കുതിര ഒന്നിന് 150 വെള്ളി ശെക്കെൽ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ തന്നെ അവർ ഹിത്യരുടെ സകല രാജാക്കന്മാർക്കും അരാം രാജാക്കന്മാർക്കും കൊണ്ടുവന്ന് കൊടുക്കും.